അതായത് നിങ്ങളുടെ മോന് ADHD ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പോൾ നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ശ്രദ്ധക്കുറവുണ്ട്, പഠനത്തിൽ ശ്രദ്ധക്കുറവാണ്, പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ ശ്രദ്ധക്കുറവാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ, അതായത് മൊബൈൽ ഗെയിം കളിക്കാനും മൊബൈലിൽ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാനും മണിക്കൂറുകൾ പോലും ഈ കുട്ടി ഇരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ADHD ഉള്ള കുട്ടികൾക്ക് ഇന്നറ്റൻഷൻ ഉണ്ട്, പക്ഷേ നമ്മുടെ ബേസിക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ റെഗുലേഷനിലാണ്. അപ്പൊ അറ്റൻഷൻ റെഗുലേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ നോക്കുക, ഗെയിം കളിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന റാപ്പിഡ്ലി ചേഞ്ചിങ് ഫീഡ്ബാക്ക് ആണ്. അതായത് മൊബൈലിൽ സ്വിച്ച് അമർത്തുന്നു, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് കുറെ നേരം അവരത് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് അതിലോട്ട് പെട്ടെന്ന് അഡിക്റ്റ് ആവാനുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ പഠനം അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്നത് എന്താ, കുറച്ചു നേരം ക്ലാസ്സിൽ പോകുന്നു, അല്ലെങ്കിൽ നമുക്കതിന്റെ റിസൾട്ട് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും അല്ലെ. അപ്പോൾ ഈ ADHD ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് മൊബൈൽ അഡിക്ഷൻ, അതുപോലെ തന്നെ പെട്ടെന്ന് സബ്സ്റ്റൻസ് യൂസിലോട്ട് എത്തിപ്പെടാനുള്ള സാധ്യത ഇത് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുട്ടി ഈ മൊബൈലിൽ മണിക്കൂറുകളോളം അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടെങ്കിലും ചെലവഴിക്കുന്ന കാര്യം.